ആ കഴിഞ്ഞില്ലേ കണക്കൂട്ടലൊന്നും? വന്ന് വന്ന് കുഞ്ഞിപ്പ പക്ക ബിസിനസ്സുകാരി ആയിരിക്കുക. എപ്പോൾ നോക്കിയാലും കണക്കും പ്ലാനും എസ്റ്റിമേറ്റും. ആ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതങ്ങോട്ട് കഴിച്ചാട്ടെ. ഹോ, ഇത്രയും നാള് ഞാൻ ഇയാൾക്ക് ഉത്തരവാദിത്തം ഇല്ലാത്തവളെന്നായിരുന്നു പരാതി. ഇപ്പതേ ഇങ്ങനെയായി. ഞാൻ എന്തോ ചെയ്യുന്നോ അതിനെ ക്രിട്ടിസൈസ് ചെയ്യണം, അല്ലാതെ വേറൊന്നുമില്ലല്ലോ. ആ ഇതെന്താ പരിപ്പൂടെയോ? എന്താ വിശേഷം? ആ വിശേഷമെന്ന് ചോദിച്ചാൽ നമ്മുടെ പൊടിമോട് വീട്ടിൽ തിരിച്ചു വന്നു. അവക്കും ഭർത്താവിനും അമ്മ മാപ്പ് കൊടുക്കുകയും ചെയ്തു. ഇത് വെടിനിർത്തലിന്റെ സൂചനയായിട്ട് അമ്മ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ പരിപ്പോടെ കുറച്ച് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ ഒരാൾക്ക് പരിപ്പോടെ വലിയ ഇഷ്ടമാണല്ലോ. പിന്നെ എന്റെ ഇഷ്ടം നോക്കുന്ന ഒരാള്. ഏതായാലും വിനീതം മിടിക്കുകയാണ്. എനിക്ക് അവളോട് അസൂയ തോന്നുന്നു. ആ അതിനൊരു ഭാഗ്യം വേണം. ആ എന്നിട്ട് കണക്കൊക്കെ എന്തായി? എല്ലാം കൃത്യമല്ലേ? നോക്കിയോ? ഇയാള് കൂട്ടിയും കുറച്ചും വെച്ചിരിക്കുന്നതാണല്ലോ, അപ്പൊ പിന്നെ കൃത്യമായിരിക്കും. അതെനിക്കറിയാം. എന്നാലും ഞാൻ ചെയ്യേണ്ട ജോലി ചെയ്യുന്നു മാത്രം. എന്ത് ചോദിച്ചാലും വേറെ കുത്തുവർത്താനം പറഞ്ഞോളൂ. ആ അമ്മച്ചിയുടെ വയറ്റിൽ തന്നെ പിറന്നല്ലോ ഇത്. അമ്മച്ചിയുടെ ആവട്ടെ രവിസാറിന്റെ ആവട്ടെ നല്ല സ്വഭാവമോ വർത്തമാനത്തിന്റെ രീതിയോ പെരുമാറ്റോ ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ല. വളർത്ത ദോഷ. ഇയാളല്ലേ എന്നെ ഇങ്ങനെ വളർത്തി വെച്ചത്. ആ അതെ അതെ, അതിനും എനിക്കാ പഴി. ആ അത് പോട്ടെ, നമ്മുടെ ഓഫീസിലെ കണക്കൊക്കെ ഓഡിറ്റ് ചെയ്യാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇനി ഇപ്പൊ ടാക്സ് അടയ്ക്കേണ്ട സമയം വരുന്നു. കണക്കൊക്കെ പക്കയാക്കണം. ഒരു സെക്രട്ടറിയെ കൂടി നിയമിച്ചാലോ വിച്ചേട്ടാ? സത്യം പറഞ്ഞ എല്ലാം കൂടി തലയിൽ നിൽക്കുന്നില്ല. ആ ആലോചിക്കാം. ആ അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, കുഞ്ഞാങ്ങളുടെ വീട്ടിൽ സെക്രട്ടറി കയറി താമസമാക്കിയെന്നൊരു കഥ കേട്ടു. സത്യാവസ്ഥ അറിഞ്ഞൂടാ. സെക്രട്ടറിയോ? കൊച്ചേട്ടന്റെ വീട്ടിലോ? ചേട്ടത്തി സമ്മതിച്ചത് തന്നെ. അല്ലെങ്കിൽ തന്നെ ഭൂലോക സംശയക്കാരിയാ. നന്നായിരിക്കും. കേട്ടത് ശരിയാണെങ്കിൽ അത് ലേശം ചുറ്റിക്കളിയാ. പ്രമോദി പെണ്ണിനെയും കൊണ്ട് ബിസിനസ് ടൂർ പോകുന്ന പതിവുണ്ട്. അത്ര നല്ല സംസാരമല്ല ഓഫീസിൽ. എന്നോട് നമ്മുടെ അപ്പുക്കുട്ടനാ പറഞ്ഞത്. അവന്റെ ആരോ ആസ്മാദികൾ അവിടെയുണ്ട്. എന്നാലും വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കാന്ന് പറഞ്ഞ ശരിയാണെങ്കിൽ അത് ലേശം കുഴപ്പമാണ്. പ്രത്യേകിച്ചും ആ സ്ത്രീ. അവർ കല്യാണമൊക്കെ കഴിച്ചതാ, ഭർത്താവും ഉണ്ട്. പക്ഷെ അതിൽ കൂടുതൽ അവരെ വേറെ ബുഡ്സ് ആർക്കും അറിയില്ല. കണ്ടാൽ നമുക്കൊന്നും ഇഷ്ടപ്പെടില്ല. വല്ലാത്തൊരു കൊഞ്ചലും കുഴയലും. പ്രമോദ് പിന്നെ അക്കാര്യത്തിൽ പണ്ടേ കുഴപ്പക്കാരനാണല്ലോ. യമുന ചേട്ടത്തിന്റെ അടുത്ത് കൊച്ചേട്ടന്റെ വേലയൊന്നും നടക്കില്ല. ഏതായാലും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. എനിക്കെന്തോ ഒരു പേടിയുണ്ട്. അല്ല, പണ്ടും വലിയ വലിയ സ്ഥാപനങ്ങൾ തകർത്തിട്ടുള്ളത് ഈ സ്റ്റെനോഗ്രാഫർമാരും സെക്രട്ടറിമാരും ഒക്കെ കൂടിയാ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീച്ചേട്ടാ? നമ്മൾ പറഞ്ഞ കൊച്ചേട്ടൻ കേൾക്കില്ലല്ലോ. ഇല്ല, അതാണല്ലോ കുഴപ്പം. ആ ചായ ചായേ. ആ ദാമോ. ഉത്തമൻ ചേട്ടൻ എന്തിനാ ചായ കൊണ്ടുവന്നത്? ജാനു എവിടെ? ജാനു ഭയങ്കര ബിസി, അതുകൊണ്ട് ചായ ഞാൻ ഉണ്ടാക്കി. പരിപ്പ് വടക്ക് കൂടെ ചായ തന്നെ വേണമല്ലേ വിഷ്ണു? ആ ദാ.
പ്രിയ, എന്തായത് പ്രിയേ? ഞാൻ പേടിച്ചു പോയല്ലോ. എന്തു പറ്റി? ഉറക്കം വരുന്നില്ലേ? നോക്ക്, സമയം ഒരുപാടായി. വന്ന് കിടക്ക് പ്ലീസ്. എൻ്റെ പ്രിയമോളല്ലേ, വെറുതെ ഓരോന്ന് ആലോചിച്ച് കുട്ടി വിഷമിക്കുകയാണ്. ഞാൻ പറയട്ടെ, നീ എന്താ ആലോചിച്ചെന്ന്? ഹരിക്ക് എന്നോട് ഇഷ്ടമില്ല. ഹരി എന്നെ വിവാഹം കഴിച്ചത് ഇഷ്ടത്തോടെ അല്ല. ഇപ്പം ഹരിക്ക് എന്നോട് സ്നേഹമില്ല, അല്ലേ? ഇതൊക്കെ ഇങ്ങനെ തോന്നുന്നത് എന്താണെന്നറിയോ? നിനക്ക് എന്നോടുള്ള സ്നേഹം കൂടുതലുകൊണ്ടാണ്. വേണമെങ്കിൽ എനിക്ക് സംശയിക്കാം, നിനക്കെന്നെ വിശ്വാസമില്ല. വിശ്വാസമില്ലാത്തത് എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാണെന്നൊക്കെ. ബട്ട് യു നോ സംതിങ്, എനിക്ക് നന്നായിട്ടറിയാം നീ എന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന്. ഈ ലോകത്ത് എന്നെ അങ്ങനെ സ്നേഹിക്കാൻ നീ മാത്രമേ ഉള്ളൂ. അത് നിനക്കും അറിയാം, എനിക്കും അറിയാം. കണ്ടോ, നിനക്കെന്നെ വിശ്വാസമില്ല, ഒരിക്കലും വിശ്വാസമില്ല. ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ല ഹരി. പിന്നെന്താ? എന്താ എൻ്റെ കുട്ടിക്ക്? എനിക്കവരെ മറക്കാൻ പറ്റുന്നില്ല. ആരെ? അമൃത. ഓരോ നിമിഷവും ആ മുഖം മനസ്സിൽ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു. ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. മുഖമില്ലാത്ത, രൂപമില്ലാത്തൊരു സ്ത്രീയായി അവരെങ്ങനെ അവശേഷിച്ചേന്. ഇത് പക്ഷേ ഞാൻ കണ്ടുപോയില്ലേ ഹരി? എനിക്കിപ്പോ അവരെങ്ങനെയുള്ള സ്ത്രീയാണെന്ന് കൃത്യമായിട്ട് അറിയാം. ഞാൻ ഹരിയെ ഭർത്താവായിട്ടല്ല, കളിപ്പാട്ടായിട്ടാണ് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴുള്ള ഹരിയുടെ ശബ്ദത്തിന്റെ സങ്കടം, അതും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ശരി, മറക്കണ്ട, ഒരിക്കലും മറക്കണ്ട. അതൊക്കെ ഓർത്തോണ്ടിരുന്നോ? അങ്ങനെ തന്നെ വിശ്വസിച്ചോ? നിന്റെ ഭർത്താവായ ഞാനൊരു ചതിയനാണ്. നിന്റെ സ്വത്ത് കണ്ട് മോഹിച്ച് കല്യാണം കഴിച്ചു. എന്നിട്ട് നേരത്തെ കല്യാണം ആലോചിച്ച പെണ്ണിനെ മോഹിച്ചവളുടെ പിറകെ നടക്കുന്നു. എന്ത് വേണമെങ്കിലും ആലോചിച്ചോ, വിശ്വസിച്ചോ? എനിക്കൊന്നുമില്ല. വലിയ വീട്ടിലെ പെണ്ണിന്റെ പ്രപ്പോസൽ വന്നപ്പോൾ എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ആഗ്രഹിച്ചത് എന്നെ മനസ്സിലാക്കുകയും എൻ്റെ സ്നേഹത്തെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്ന കുട്ടിയാണ്. പക്ഷെ നിന്നെ കണ്ടപ്പോൾ സ്നേഹം തോന്നിയിട്ട് തന്നെയാ കല്യാണം കഴിച്ചത്. അതിനെ ആണയിടാനൊന്നും എനിക്ക് വയ്യ. പ്രിയേ, നീ മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കേ. ഇല്ലെങ്കിൽ നിനക്കൊരു കാലത്ത് വിശ്വാസം വരും, ഒരു കാലത്ത്. പക്ഷെ അപ്പോഴേക്കും സമയം ലേറ്റായി പോരുത്. വേണ്ട പ്ലീസ്, ഇനി ഞാൻ അതേക്കുറിച്ചൊന്നും സംസാരിക്കില്ല. നെവർ. ശരി, വാ ഉറങ്ങാൻ നോക്ക്. ഡാഡി എന്തിനാ എന്നെ വിളിച്ചത്? മനസ്സിനൊരു സമാധാനവുമില്ല. ഹരിയൊന്ന് കാണണമെന്ന് തോന്നി, സംസാരിക്കണമെന്ന് തോന്നി. എന്താ ഡാഡി, എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചോ? ഇല്ല, ഹരിയുടെ ഭാഗത്തു നിന്ന് ഇന്നേ വരെ ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. തെറ്റ് ചെയ്തത് ഞാനാ, പരിഹരിക്കാനാവാത്ത തെറ്റ്. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ മകളുടെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനായി. അവളുടെ എല്ലാ കുറവുകളും അറിഞ്ഞുകൊണ്ട് ഞാൻ ഹരി അവളുടെ ഭർത്താവാക്കി.
ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം ഞാൻ നശിപ്പിച്ചു. ഡാഡി ഇങ്ങനൊന്നും സംസാരിക്കരുത്. ബിടെക് പാസ്സായിട്ട് ഒരു ജോലിയും കിട്ടാതെ ഇൻ്റർവ്യൂവിന് ക്യൂ നിന്നും അടുത്ത എനിക്ക് ഇങ്ങനെയൊരു ജീവിതം കിട്ടിയത് മഹാഭാഗ്യല്ലേ. ഇപ്പോൾ ഞാൻ കേൾക്കുന്നത് ഹരിയുടെ മാന്യതയുടെ ശബ്ദമാണ്, മനസ്സിൻ്റെ ശബ്ദമല്ല. ഹരിയോട് ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. പ്രിയ ഡാഡിയുടെ മകളാണ്. ഡാഡിയുടെ നന്മ അവൾക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ പക്വതയുടെ കുറവ് മൂലം ആ നന്മ അവളുടെ സ്വഭാവത്തിൽ പ്രകടമാവുന്നില്ലെന്നേ ഉള്ളൂ. എനിക്കതറിയാം. പ്രിയയെ ഞാൻ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡാഡിക്ക് അക്കാര്യത്തിൽ സംശയമേ വേണ്ട. അമിതമായ വാത്സല്യം ചിലപ്പോൾ ശാപമായി തീരാം. എൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് ഞാനത് പഠിച്ചു. പ്രിയയെ ഈ അവസ്ഥയിലാക്കിയത് ഞാൻ തന്നെയാണ്. അമ്മയില്ലാത്ത കുട്ടിക്ക് ഞാൻ അമ്മയും അച്ഛനും ഏട്ടനും അമ്മാവനും ഒക്കെയായി. അവളുടെ കളിക്കൂട്ടുകാരന് ഞാൻ തന്നെയായിരുന്നു. അവളുടെ ചലനങ്ങൾക്കൊപ്പം ഞാൻ ചലിച്ചു, അവളുടെ താളത്തിനൊപ്പം തുള്ളി. ആവശ്യപ്പെട്ടതെല്ലാം വാങ്ങിച്ചു കൊടുത്തു. ഹരിക്കറിയാമല്ലോ, അവൾക്ക് ഹരിയെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് വിവാഹാലോചനയുമായി ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നത്. ഡാഡി വിഷമിക്കണ്ട. ഇണങ്ങിയും പിണങ്ങിയും ഞങ്ങളങ്ങനെ മുന്നോട്ട് പോകും. എൻ്റെ മകൾ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും ഞാൻ ഹരിയോട് മുൻകൂറായി മാപ്പ് ചോദിക്കുന്നു. വെറുപ്പിക്കുന്ന വിധത്തിൽ പ്രിയ പെരുമാറിയാലും ഹരി അവളെ വെറുക്കരുത്. എനിക്ക് പ്രിയയെ വെറുക്കാൻ കഴിയില്ല, ഒരിക്കലും. അയ്യോ, എപ്പോ നോക്കിയാലും നിനക്ക് ജോലി തന്നെ. ആരാ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്? അമ്മയോ അമ്മൂമ്മയോ? അമ്മയായിരിക്കും. ഇപ്പൊ അമ്മയ്ക്കും ഉണ്ടല്ലോ ഒരു പശു. ആരും പറഞ്ഞിട്ടല്ല ചേച്ചി ഞാൻ ജോലി ചെയ്യുന്നത്. എനിക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അമ്മ മരിച്ചേ പിന്നെ വീട്ടിലെ എല്ലാ ജോലിയും ഞാനല്ലേ ചെയ്യുന്നത്. കൂട്ടത്തിൽ +2 വരെ പഠിക്കുകയും ചെയ്തു. സ്വന്തം വീട്ടിൽ ജോലി ചെയ്യുന്നത് പോലാണോ ബന്ധു വീട്ടിൽ ജോലി ചെയ്യുന്നത്? ഞാൻ ചെയ്തില്ലെങ്കിൽ അപ്പച്ചിയോ അമ്മൂമ്മയോ ചെയ്യും. മിക്കവാറും അമ്മൂമ്മയാ എരുത്തിൽ തൂക്കുന്നത്. പാവം, അമ്മൂമ്മയ്ക്ക് ഒരുപാട് വയസ്സായില്ലേ. വയസ്സായെങ്കിൽ എന്താ? നിന്നേക്കാളും എന്നേക്കാളും ആരോഗ്യമുണ്ട് അവർക്ക്. ഈ ജോലിയൊക്കെ വനജയ്ക്ക് ചെയ്താലെന്താ? വനചേച്ചിക്ക് എപ്പോഴും കരച്ചിലല്ലേ. സുനിച്ചേട്ടൻ എന്തു വലിയ ദ്രോഹമാ ചെയ്തത് നാത്തൂനോട്. എനിക്ക് വനജ ചേച്ചിയുടെ മുഖത്ത് നോക്കാൻ പോലും ധൈര്യമില്ല. വനജ ചേച്ചി അപ്പമോനും കഷ്ടപ്പെടുന്നത് എൻ്റെ ആങ്ങളെ കാരണമാണെന്ന് ഓർക്കുമ്പോൾ എൻ്റെ തല കുനിഞ്ഞുപോയി. ഞങ്ങളുടെ അച്ഛന് പിന്നെ ഒരു കൂസലുമില്ല. അച്ഛൻ്റെ വേറൊരു സ്വഭാവമാണ്. മോളെ, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. നീ ആവശ്യമില്ലാത്ത മോഹങ്ങളൊന്നും മനസ്സിൽ കൊണ്ട് നടക്കരുത്. വിഷ്ണുവിനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞല്ലേ അമ്മാവൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. അമ്മാവന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. കൊച്ചുനാള് മുതലേ അവൻ ജോലി ചെയ്തിരുന്ന ആ വലിയ വീടില്ലേ, അവിടുത്തെ അമൃതയ്ക്ക് അവനെ വലിയ ഇഷ്ടമാ. വലിയ പണക്കാരിയാ. 29 വയസ്സായിട്ടും അമൃത കല്യാണം കഴിക്കാതെ നിൽക്കുന്നത് വിഷ്ണുവിന് വേണ്ടിയാ. വിഷ്ണുവിന് അമൃത ഇഷ്ടമാ, അതെനിക്കറിയാം. പക്ഷെ അത് സമ്മതിച്ചു തരാൻ അവനൊരു പേടി. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്. വിഷ്ണു കല്യാണം കഴിക്കുന്നെങ്കിൽ പെണ്ണ് അമൃതയായിരിക്കും. അത് നടന്നില്ലെങ്കിൽ അവൻ ജീവിതത്തിൽ കല്യാണമേ കഴിക്കത്തില്ല. വിമലേച്ചി എന്തിനാ എന്നോട് ഇതൊക്കെ പറയുന്നത്? ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ വിഷ്ണു ചേട്ടൻ എന്നെ കല്യാണം കഴിക്കണമെന്ന്? ഞാൻ ആരാ, എൻ്റെ സ്ഥിതി എന്താന്നൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം.
അച്ഛൻ കാണിക്കുന്നതും പറയുന്നതും ഒക്കെ അച്ഛൻ്റെ കിർക്ക്. പക്ഷേ എൻ്റെ തലയ്ക്ക് വട്ടൊന്നുമില്ല. അയ്യോ, നീ ഇത്രയും വിവരമുള്ള കുട്ടിയാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. നേര് പറഞ്ഞ നിന്നെ തന്നെയാ വിഷ്ണു കല്യാണം കഴിക്കേണ്ടത്. സ്വർണത്തോട് സ്വർണം അല്ലേ ചേരേണ്ടത്? വിഷ്ണു ചേട്ടൻ എന്നെ കല്യാണം കഴിക്കണ്ട, അത് ശരിയാവത്തില്ലെന്ന് എനിക്കറിയാം. അതെന്താ മോളെ, നിനക്കവനെ ഇഷ്ടമല്ലേ? വിഷ്ണു ചേട്ടൻ എനിക്ക് ദൈവത്തിനെ പോലെയാ. എത്ര നല്ല സ്വഭാവം, എന്ത് നല്ല മനസ്സാ, എന്ത് സഹിക്കും. ശരിക്കും ദൈവത്തെ പോലെ തന്നെയാ. പക്ഷെ വിമലേച്ചി, ദൈവത്തെ നമുക്ക് കല്യാണം കഴിക്കാൻ ഒക്കും? ശ്ശോ. ഞങ്ങളുടെ അമ്മാവന് നിന്നെപ്പോലൊരു മോള് എങ്ങനെ ജനിച്ചു?